Okay, so good afternoon. Good afternoon, sir. Okay, നമ്മൾ പിന്നെ ലാസ്റ്റ് പ്രോബ്ലത്തിൽ അല്ലേ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രോബ്ലം പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഇത് ചെയ്തോ? കുറച്ച് പേര് ചെയ്തല്ലോ. നിങ്ങൾ I1 I2 I3 കണ്ടുപിടിച്ചോ? ജസ്റ്റ് കമന്റ് ദ ആൻസർ. I1 I2 and I3. ഹലോ, കേൾക്കുന്നില്ലേ? ഓക്കെ, 11, 36 and 36 അല്ലേ. ഓക്കെ, എല്ലാവർക്കും കിട്ടിയത്? നിങ്ങൾ പ്രശ്നമുണ്ടോ? ഓക്കെ, സോ ഐ വിൽ ഷോ യു ദ ആൻസർ. നോക്കാം. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു പ്രോബ്ലം. അപ്പോൾ ഇതിൽ I1 I2 I3 ആയിരുന്നു കണ്ടുപിടിക്കാനുണ്ടായിരുന്നത് അല്ലേ. സ്ട്രെസ് ഇൻവാരിയൻസ് I1 I2 and I3 അല്ലേ. യെസ്, I1 വാല്യൂ നമുക്ക് കിട്ടി. എന്താണ്? സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ പ്ലസ് സിഗ്മ സെഡ് ആയിരുന്നു. 3 + 5 + 3 വിൽ ഗെറ്റ് ദ വാല്യൂ ആസ് 11. ഓക്കെ, സെക്കൻഡ് വൺ I2 എന്ന് പറയുന്നത് സിഗ്മ എക്സ് സിഗ്മ വൈ പ്ലസ് സിഗ്മ വൈ സിഗ്മ സെഡ് പ്ലസ് സിഗ്മ സെഡ് സിഗ്മ എക്സ് മൈനസ് ടോ എക്സ് വൈ സ്ക്വയർ പ്ലസ് ടോ വൈ സെഡ് സ്ക്വയർ പ്ലസ് ടോ സെഡ് എക്സ് സ്ക്വയർ ആണ് അല്ലെ. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സോൾവ് ചെയ്യുക, വിൽ ഗെറ്റ് ദ വാല്യൂ ആസ് 36. ഓക്കെ, ആൻഡ് തേർഡ് വൺ ഡിറ്റർമിനന്റ് കാണാനാണ്. ഡിറ്റർമിനന്റ് ഓഫ് 3 - 1 1 -1 5 -1 1 -1 3 1 -1 3. Okay, on solving we'll get the value as 36. Okay, so I1 I2 and I3 value ആയി. ഒന്ന് 11 ആയിരുന്നു, 36 ആണ്, 36 ആണ്, റൈറ്റ്. നൗ സോ നമ്മുടെ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. സി, എങ്ങനെ ഇത് പ്രോബ്ലം വന്നു കഴിഞ്ഞാലും നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ ഇതുപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, ഫസ്റ്റ് 3 ഇൻവാരിയൻസ് ആണ്, ഇൻവാരിയൻസ് കണ്ടുപിടിച്ചു. ആൻഡ് സെക്കൻഡ് പാർട്ട് ഫൈൻഡ് ദ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ അല്ലെ. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഫോമിൽ എഴുതണം. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നമുക്കറിയാം. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ is something like this: sigma cube minus I1 sigma square plus I2 sigma minus I3 is equal to 0. Okay, ഇനി എന്ത് വേണമെന്ന് വെച്ചാൽ substitute the value of I1 I2 and I3 in this equation. എന്താവും? sigma cube minus I1 is 11 sigma square plus I2 is 36 sigma minus I3 is 36 is equal to 0. സോൾവ് ചെയ്ത് ഡയറക്റ്റ് കാൽക്കുലേറ്ററിൽ ചെയ്യേണ്ട കാര്യമുള്ളൂ. ഡയറക്റ്റ് കാൽക്കുലേറ്റർ സോൾവ് ചെയ്യുക ആൻഡ് യു വിൽ ഗെറ്റ് ദ വാല്യൂ ഫോർ സിഗ്മ 1. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ സിഗ്മ 1 സിഗ്മ 2 ആൻഡ് സിഗ്മ 3 വാല്യൂ ഡയറക്റ്റ് ആയിട്ട് കിട്ടും. ചെയ്തേ, പെട്ടെന്ന് ചെയ്തിട്ട് പറഞ്ഞു. സിഗ്മ 1 സിഗ്മ 2 ആൻഡ് സിഗ്മ 3. കിട്ടിയോ? വാല്യൂ ഓഫ് സിഗ്മ 1 സിഗ്മ 2 ആൻഡ് സിഗ്മ 3. കാൽക്കുലേറ്ററിൽ ഇക്വേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഇക്വേഷനിൽ ക്യൂബിക് കേസിലേക്ക് പോവാ, എന്നിട്ട് ആ വാല്യൂസ് ജസ്റ്റ് ഇൻപുട്ട് ചെയ്ത് കൊടുക്കുകയുള്ളൂ. സിഗ്മ ക്യൂബിന് ഫസ്റ്റ് വാല്യൂക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എന്താ വരിക, രണ്ടാമത്തെ എന്താ വരിക, മൂന്നാമത്തെ എന്താ വരിക, വാല്യൂ ഡയറക്റ്റ് ഇടുക. ഈക്വൽ ടു കൊടുത്തു കഴിഞ്ഞാൽ അതിൽ തന്നെ 3 വാല്യൂസ് വരും. ഫസ്റ്റ് വാല്യൂ, സെക്കൻഡ് വാല്യൂ, തേർഡ് വാല്യൂ. അല്ല, രാഹുൽ എന്തോ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ഫർദീൻ ഇട്ട് കറക്റ്റ് ആൻസർ ആണ് 6 3 and 2. യെസ്, ഗുഡ്. രാഹുൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കേ, അത് ഒന്ന് ചെക്ക് ചെയ്യണം. അത് എന്തോ കാൽക്കുലേറ്ററിന് ചെയ്തതിൽ എന്തോ എറർ വന്നെയാണ്. ഓക്കെ, ബാക്കി ലെവൽ പെട്ടെന്ന് ചെയ്തു. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, വേറെ ഒന്നും വേണ്ട. നിങ്ങൾ പേപ്പറിൽ ഒന്നും എഴുതണ്ടോ, എഴുതി കൂട്ടോ ഉറക്കോ ഒന്നും വേണ്ട. ഡയറക്റ്റ് കാൽക്കുലേറ്റർ ഇടുക, ഫൈനൽ ആൻസർ വാല്യൂസ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, ഇക്വേഷൻസിലേക്കാണ് വേണ്ടത്. ഇക്വേഷൻസിൽ തേർഡ് കിട്ടിയോ? ബാക്കിലേക്ക് കിട്ടിയോ ഒന്ന് കമന്റ് ചെയ്യേ, നമുക്ക് ബാക്കി സൊല്യൂഷനിലേക്ക് പോകണം.
യെസ് ഓക്കെ 6 3 and 2 ബാക്കിയുള്ളവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഡയറക്റ്റ് കാൽക്കുലേറ്റർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടുന്ന വാല്യൂ ആണത്, അതിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഫ്രം ദ കറന്റ് സ്ലൈഡ്. ഓക്കെ, സോ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ വാല്യൂ. അപ്പോൾ ഇത് നമുക്ക് 3 വാല്യൂ കിട്ടിയത് 6ഉം 2ഉം 3 ആണ് കിട്ടിയത് അല്ലേ. അപ്പോൾ ഇത് എങ്ങനെ എഴുതണം എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. കാരണം സിഗ്മ 1 എന്ന് പറയുന്നത് മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും മേജർ ഹയസ്റ്റ് വാല്യൂ is sigma 1, second biggest value is sigma 2, and third value is sigma 3. Okay, so this is equal to 6 kilopascal. കിലോ പാസ്കൽ ആണ് യൂണിറ്റ്. കാരണം ഇവിടുത്തെ സ്ട്രെസ് വാല്യൂസിൽ ക്വസ്റ്റ്യനിൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കിലോ പാസ്കൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. 6 കിലോ പാസ്കൽ, 3 കിലോ പാസ്കൽ ആൻഡ് 2 കിലോ പാസ്കൽ. ഇതാണ് നമ്മളെ 3 കോൺസിക്യൂട്ടീവ് വാല്യൂസ് ഫോർ പ്രിൻസിപ്പൽ സ്ട്രെസ്സസ്. മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്സും പിന്നെ ബാക്കി 2 മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് വാല്യൂസ് ആണ് നമുക്ക് ഇവിടെ കിട്ടിയത്. റൈറ്റ്, ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ 3 പാർട്ട്. സെക്കൻഡ് പാർട്ട് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ആയിരുന്നു. തേർഡ് പാർട്ട് പ്രിൻസിപ്പൽ സ്ട്രെസ് ഡിറ്റർമിൻ ചെയ്യുന്നതായിരുന്നു. റൈറ്റ്, നമുക്ക് ഇതിൽ ഒരു പാർട്ടും കൂടെ ആഡ് ചെയ്യാം ഈ ക്വസ്റ്റനിൽ. ഇതുവരെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് പ്രിൻസിപ്പൽ പ്ലെയിനും കൂടെ കണ്ടേക്കാം. ഓക്കെ, ഒരു പ്രോബ്ലം നമുക്ക് അത് ആ രീതിയിൽ തന്നെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാം. റൈറ്റ്, ഓക്കെ, അപ്പോൾ ഹൗ ഡു വി ഡിറ്റർമിൻ ദ പ്രിൻസിപ്പൽ പ്ലെയിൻസ്? ഓക്കെ, പ്രിൻസിപ്പൽ പ്ലെയിൻസ്. ഓക്കെ, ആ ക്വസ്റ്റ്യൻ ഒരു കണ്ടിന്യൂസ് ആയിട്ട് എഴുതിക്കോ ക്വസ്റ്റ്യനിൽ തന്നെ, അല്ലെങ്കിൽ അതിന്റെ ഒരു പാർട്ട്, സെക്കൻഡ് പാർട്ടായിട്ട് എഴുതിക്കോ. ഓൾസോ ഡിറ്റർമിൻ the principal planes. Also determine the principal planes. Okay, right, ready ആണോ? ആയോ? ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കാം. സോ നമുക്ക് അപ്പൊ പ്രിൻസിപ്പൽ സ്ട്രെസ് വാല്യൂസ് നമുക്ക് 3 സ്ട്രെസ് വാല്യൂസ് നമുക്ക് കിട്ടി. യുവർ പ്രിൻസിപ്പൽ സ്ട്രെസ് വാല്യൂസ് ആർ സിഗ്മ 1, സിഗ്മ 2 ആൻഡ് സിഗ്മ 3 അല്ലെ. 6 കിലോ പാസ്കൽ, സിഗ്മ 2 3 കിലോ പാസ്കൽ ആൻഡ് സിഗ്മ 3 2 കിലോ പാസ്കൽ. ഇതാണ് 3 വാല്യൂസ്. റൈറ്റ്, നൗ ഞാൻ പറഞ്ഞു ഇതൊരു ഐഗൺ വാല്യൂ പ്രോബ്ലം ആയിരുന്നു അല്ലെ. ഐഗൺ വാല്യൂ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടുന്ന ഐഗൺ വാല്യൂസ് ആണ് അല്ലെ. ഐഗൺ വാല്യൂസ് ആണ്. നമ്മൾ ഐഗൺ വാല്യൂ പ്രോബ്ലം മാത്തമാറ്റിക്സിൽ നമ്മൾ ഐഗൺ വാല്യൂ പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ ഐഗൺ വാല്യൂല് നമ്മൾ നിർത്തില്ല. നമ്മൾ എന്ത് ചെയ്യും? ഐഗൺ വെക്ടേഴ്സ് കൂടെ കാണാൻ പറയും അല്ലെ. ഈ ഐഗൺ വെക്ടേഴ്സ് ആണ് ആക്ച്വലി പ്രിൻസിപ്പൽ പ്ലെയിൻസ്. മാത്തമാറ്റിക്കലി സ്പീക്കിംഗ് ഐഗൺ വെക്ടേഴ്സ് ആണ് നമ്മുടെ ഈ ഒരു പ്രോബ്ലത്തിലെ ഐഗൺ വെക്ടേഴ്സ് ആണ് പ്രിൻസിപ്പൽ പ്ലെയിൻസ്. ഓക്കെ, അപ്പൊ ഇനി ഐഗൺ വെക്ടർ എങ്ങനെ കാണുന്നുള്ളത് നോക്കാം. നിങ്ങൾ ഓൾറെഡി മാത്സ് പഠിച്ച കാര്യം തന്നെയാണ്, പക്ഷെ ഞാൻ ഇവിടത്തേക്ക് വീണ്ടും കൊണ്ടുവരാണ്. ഓക്കെ, ഇപ്പൊ ഇവിടെ നമ്മളിപ്പോ ഇവിടെ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാല് നമ്മള് 3 പ്രിൻസിപ്പൽ സ്ട്രെസ്സസിനെ കണ്ടെത്തി അല്ലെ. ഇത് നമ്മൾ ഫോർ എക്സാമ്പിൾ എക്സ് വൈ ആൻഡ് സെഡ് ആക്സിസ് ആണെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മളിപ്പോ ചെയ്തെന്ന് വെച്ചാല് 3 പ്ലെയിൻ കണ്ടുപിടിച്ചു. ഓക്കെ, ഞാനിവിടെ പ്ലെയിൻ വരക്കുന്നില്ല. 3 പ്ലെയിൻ കണ്ടുപിടിച്ചു. ഇത് സിഗ്മ 1, സിഗ്മ 2 പ്ലെയിന്റെ നോർമൽസ് ആണ് ഇത്, ആൻഡ് സിഗ്മ 3. ഓക്കെ, 3 പ്ലെയിന്റെ നോർമൽസ് ആണ് സിഗ്മ 1, സിഗ്മ 2 ആൻഡ് സിഗ്മ 3. ഓക്കെ, 3 പ്രിൻസിപ്പൽ പ്ലെയിൻസ്. ഇനി എന്ത് പറയണമെന്ന് വെച്ചാൽ ഇനി നമ്മളോട് കാണാൻ പറയുന്നത് ഈ പ്രിൻസിപ്പൽ പ്ലെയിന്റെ ലൊക്കേഷൻ സ്പെസിഫൈ ചെയ്യാനാണ് പറയുന്നത് അല്ലെ. ഇതാണ് പ്രിൻസിപ്പൽ പ്ലെയിന്റെ നോർമലും. അപ്പോൾ സെക്കൻഡ് പാർട്ട് ഓൾസോ ഡിറ്റർമിൻ ദ പ്രിൻസിപ്പൽ പ്ലെയിൻ എന്ന് വെച്ചാൽ ഈ പ്രിൻസിപ്പൽ സ്ട്രെസ് ഏത് പ്ലെയിനിലാണോ ആ പ്ലെയിൻ ഏതാണെന്ന് പറയണം. ഓക്കെ, അപ്പൊ നമുക്കൊരു പ്ലെയിനെ ഡിഫൈൻ ചെയ്യണമെങ്കിൽ എന്ത് വേണം? അവിടുത്തെ നോർമൽ വെക്ടറിന്റെ സ്പെസിഫിക്കേഷൻസ് അറിയണം അല്ലെ, അല്ലെങ്കിൽ അവിടുത്തെ ഡയറക്ഷൻ കൊസൈൻസ് അറിയണം അല്ലെ. ലെറ്റ് L1, M1 ആൻഡ് N1 ബി ദ ഡയറക്ഷൻ കൊസൈൻ ഫോർ N1 എന്ന് വെച്ചാൽ സിഗ്മ 1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയറക്ഷൻ കൊസൈൻസ് ദാറ്റ് വിൽ ബി L1, M1 ആൻഡ് N1, and the direction cosines corresponding to sigma 2 be L2, M2 and N2, and similarly third principal stress sigma 3 corresponding to direction cosines that it be L3, M3, L3, M3 and N3. Okay, ആയിക്കോട്ടെ, ഇത് 3 ആയിക്കോട്ടെ അതിന്റെ കറസ്പോണ്ടിങ് ഡയറക്ഷൻ കൊസൈൻസ്. ഓക്കെ, അപ്പൊ നമ്മള് പിന്നെ നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യണമെന്ന് വെച്ചാല് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മറ്റേ ഐഗൺ വെക്ടേഴ്സിന്റെ കൺസെപ്റ്റ് ആയിട്ട് ഒന്ന് റിലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ ഒന്നുകൂടെ ക്ലിയർ ആവും. ഓക്കെ, ഇപ്പൊ ഇവിടെ സോ ലെറ്റ് us try to find the principal planes. അപ്പൊ ഈ ഒരു കേസിലെ പ്രിൻസിപ്പൽ പ്ലെയിൻസ് നമുക്ക് കണ്ടെത്താം. പ്രിൻസിപ്പൽ പ്ലെയിൻസ്, റൈറ്റ്. സോ കറസ്പോണ്ടിങ് ടു ഫോർ സിഗ്മ is equal to 6 കിലോ പാസ്കൽ. ഫസ്റ്റ് കേസ് എടുക്കാം. First case where sigma is 6 kilo Pascal.
റൈറ്റ്. സി നമ്മളിവിടെ ഈ ഒരു ഫോമിലേക്ക് വരുന്നതിന് മുമ്പ്, ഇതുകൊണ്ടാണ് ഞാൻ ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞത്, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഡിറൈവ് ചെയ്ത് വന്ന സമയത്ത് സി യു ക്യാൻ സി ദർ ഇസ് എൻ ഇക്വേഷൻ സംതിങ് ലൈക്ക് ദിസ് അല്ലെ, സിഗ്മ എക്സ് എക്സ് മൈനസ് സിഗ്മ into L plus m tau xy plus n tau xz. Similarly, ഇവിടെ sigma yy minus sigma, sigma zz minus sigma. Okay. Now let this be our first equation. Okay. എന്തുവാണെന്ന് വെച്ചാൽ substitute the value of sigma. Sigma is equal to 6 kilopascal എന്നുള്ള വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. Okay. So from the equation ഞാൻ അതാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. From that equation നമ്മുടെ ഇപ്പോൾ ഉള്ള ഇക്വേഷന്റെ ഫോം നമുക്കത് മെട്രിക്സ് ഫോമിൽ തന്നെ എഴുതുകയാണെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ ഡയറക്റ്റ് ആ ഇക്വേഷൻ നമ്മൾ ആ ഫോം ഫ്രം ദാറ്റ് ഇക്വേഷൻ ഫ്രം ഇക്വേഷൻ 1 അല്ലെ, നമ്മൾ ആ പ്രീവിയസ് ഇക്വേഷൻ 1 എന്ന് എടുക്കുകയാണെങ്കിൽ സിഗ്മ എക്സ് എക്സ് മൈനസ് സിഗ്മ ഇൻറ്റു എൽ പ്ലസ് ടോ എക്സ് വൈ ഇൻറ്റു എം പ്ലസ് ടോ എക്സ് സെഡ് ഇൻറ്റു എൻ ഇസ് ഈക്വൽ ടു 0. സിമിലർലി ടോ വൈ എക്സ് ഇൻറ്റു എൽ പ്ലസ് സിഗ്മ വൈ വൈ മൈനസ് സിഗ്മ ഇൻറ്റു എം പ്ലസ് ടോ വൈ സെഡ് ഇൻറ്റു എൻ ഇസ് ഈക്വൽ ടു 0. ടോ സെഡ് എക്സ് ഇൻറ്റു എൽ പ്ലസ് ടോ സെഡ് വൈ ഇൻറ്റു എം plus sigma zz minus sigma into n is equal to 0. Right. ഇതായിരുന്നു ആ equation. Right. Now എന്ത് വേണം? Substitute the value of sigma is equal to 6 kilopascal. Okay. Sigma x ന്റെയും tau x y ന്റെ എല്ലാം വാല്യൂ നമുക്കറിയാം. Also substitute the value for 6 kilopascal. ഇത് തന്നെയാണ് നമ്മൾ ചെയ്യല്. നമ്മൾ ഐഗൺ വെക്ടർ കാണാൻ എന്ത് ചെയ്യും? ഐഗൺ നമ്മൾ കിട്ടിയ ഫസ്റ്റ് ഐഗൺ വാല്യൂന്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, സോൾവ് ചെയ്തിട്ട് ശരിക്കും ഇവിടെ എൽ എം എന്നിന് പകരം നമ്മൾ മാക്സിൽ ചെയ്യുന്ന സമയത്ത് ഇവിടെ എക്സ് വൈ സെഡ് എന്നാണ്ടാവും. അവ x1 y1 z1 എന്നുള്ള വാല്യൂസ് കണ്ടെത്തും. ഓക്കെ. സോ ഫസ്റ്റ് കേസ് ആയതുകൊണ്ട് ഞാൻ ഇവിടെ എടുത്തത് 6 കിലോ പാസ്കൽ ആയതുകൊണ്ട് ഈ L1 ലെറ്റ് ഇറ്റ് ബി L1 M1 N1 L1 M1 N1 L1 M1 and N1. ഓക്കെ, ഫസ്റ്റ് കേസ്. റൈറ്റ്. നൗ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വാല്യൂസ് ഇങ്ങനെയാണ് വരിക. സിഗ്മ എക്സ് എക്സ് വാല്യൂ ആസ് ഫ്രം ദ ക്വസ്റ്റ്യൻ സിഗ്മ എക്സ് എക്സ് 3 ആണ്, -6 L1 പ്ലസ് tau xy value from the question it is -1 അല്ലെ. Okay, -1 m1 plus tau xz 1 ആണ്, 1 n1 is equal to 0. Now similarly second case എടുക്കുമ്പോൾ tau yx എന്ന് പറഞ്ഞാൽ -L1 plus sigma yy അല്ലെ, sigma yy is 5 minus 6 m1 plus -1 ആണ്, n1 is equal to 0. Now the third case tau zx ആണ് 1 n L1 plus tau zy value from the question it is -1 അല്ലെ, -1 m1 plus 3 minus 6 n1 is equal to 0. ഓക്കെ, ഞാൻ അതിന്റെ ഇപ്പുറത്തേക്ക് ഒന്ന് മാറ്റി എഴുതുകയാണ്, ഇങ്ങനെ വരും. അപ്പൊ ഇതിനൊന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ഇക്വേഷൻ ഇങ്ങനെ ആയിരിക്കും: -3L1 minus m1 plus n1 is equal to 0, minus L1 minus m1 minus n1 is equal to 0, പിന്നെ L1 minus m1 minus 3n1 is equal to 0 അല്ലെ. ഇതായിരിക്കും നമ്മുടെ ഫസ്റ്റ് സെറ്റ് ഓഫ് കണ്ടീഷൻസ് വരിക. ഇനി ഇതിൽ നിന്ന് നിങ്ങൾ എന്ത് കണ്ടുപിടിക്കണം എന്ന് വെച്ചാൽ ഈ ഐഗൺ വെക്ടേഴ്സ് എന്ന് പറയുന്നത് ഇവിടുത്തെ L1 M1 ആൻഡ് N1 ആണ് ഇവിടുത്തെ ഐഗൺ വെക്ടേഴ്സ്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ എന്താ, ഇതാണ് പൊസിഷൻ ഓഫ് സിഗ്മ 1 അല്ലെ. L1 M1 N1 കിട്ടിക്കഴിഞ്ഞാൽ ദാറ്റ് സ്പെസിഫൈസ് ദ ലൊക്കേഷൻ ഓഫ് സിഗ്മ 1. റൈറ്റ്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താ വെച്ചാൽ ഇത് നമ്മൾ എങ്ങനെ സോൾവ്, ഈ 3 ഇക്വേഷൻ വെച്ചിട്ട് ഞാൻ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്തായാലും കിട്ടാൻ പോകുന്ന വാല്യൂ L1 ഈക്വൽ ടു M1 ഈക്വൽ N1 ഈക്വൽ ടു 0 എന്നായിരിക്കും കിട്ടുക അല്ലെ. ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ എപ്പാണ് L1 M1 N1 0 ആണെങ്കിൽ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ. ഓക്കെ, അപ്പൊ എന്ന് വെച്ചാൽ ഒരു ട്രിവിയൽ ഇക്വേഷൻ സൊല്യൂഷൻ ആണല്ലോ. റൈറ്റ്. അപ്പോ ഇതുകൊണ്ട് മാത്രം ഇത് സോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്ത് വേണം, നമുക്ക് ഒരു കണ്ടീഷനും കൂടി ഉണ്ടായിരുന്നു. L1 സ്ക്വയർ പ്ലസ് M1 സ്ക്വയർ പ്ലസ് N1 സ്ക്വയർ മസ്റ്റ് ബി ഈക്വൽ ടു 1. സോ യു കൻ യൂസ് ദിസ് 4 ഇക്വേഷൻ ടു സോൾവ് ദിസ് പെർട്ടിക്കുലർ പ്രോബ്ലം. ഓക്കെ. സിമിലർലി ഇനി എന്ത് ചെയ്യാം, ഇത് 3 ഉപയോഗിച്ച് സോൾവ് ചെയ്യുക ആൻഡ് ഫൈൻഡ് ദ വാല്യൂ ഫോർ L1, find the value of M1 and find the value of N1. Okay, ഇത് യൂസ് ചെയ്യുക, സോൾവ് ചെയ്യുക, find the values. Now similarly ഇനി എന്ത് ചെയ്യുക, അടുത്ത കേസ് എന്ന് പറഞ്ഞാല് L2 M2 N2 കാണാനാണ്. എന്ന് വെച്ചാൽ ലൊക്കേഷൻ ഓഫ് സിഗ്മ 2 കാണണം. അപ്പോൾ L2 M2 and N2 കണ്ടുപിടിക്കേണ്ടി വരും. റൈറ്റ്. ഫോർ ദാറ്റ് എന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് സിഗ്മ 2 in this equation and find the value of L2 M2 N2. സെയിം പ്രൊസീജിയർ ആയിരിക്കും. സിമിലർലി
determine the value of L3, M3 and N3. Okay, ഇതുവരെ ക്ലിയർ ആണോ? ഈ പറഞ്ഞ കാര്യങ്ങൾ വരെ ഓക്കെ ആണോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഓക്കെ ആണോ? എല്ലാരും എല്ലാരും റിപ്ലൈ വേണേ. നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ പറയണം. ഓക്കെ സർ. ബാക്കിയുള്ളവര് എന്താണ് അവസ്ഥ? യെസ് ബാക്കിയുള്ളവരെ ആകാശ്, അഖിൽ, അനിരുദ്ധ്. ഒന്നൂടെ. ഓക്കെ റൈറ്റ്. ഇത് കണ്ടിന്യൂഷൻ ആയിട്ട് പറയാം. ഓക്കെ, നമുക്ക് ഓരോ കേസ് ബൈ കേസ് എടുക്കുമല്ലോ, അപ്പൊ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് പറയാം. ഇത് എന്തായാലും റെക്കോർഡ് വീഡിയോ ഷെയർ ചെയ്യും, അപ്പോൾ ഒന്നുകൂടെ അത് കണ്ടാലും മതി. ബട്ട് സ്റ്റിൽ പറയാം, അത് സെക്കൻഡ് കേസ് പറയുന്ന സമയത്ത് വീണ്ടും ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഒരു സെക്കൻഡ്. റൈറ്റ്. ഓക്കെ ഫൈൻ. ഒന്നൊരു ക്വിക്കായിട്ട് പറയാം. നമ്മളിവിടെ ചെയ്ത കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇവിടെ നമുക്ക് കണ്ടെത്തേണ്ട കാര്യം പ്രിൻസിപ്പൽ പ്ലെയിൻസ് ആണ്, അല്ലെ? പ്രിൻസിപ്പൽ പ്ലെയിൻസ് ആണ് കണ്ടെത്തേണ്ടത്. പ്രിൻസിപ്പൽ പ്ലെയിൻ എന്ന് പറയുന്നത് ഓരോ പ്രിൻസിപ്പൽ സ്ട്രെസ് ഏത് പ്ലെയിനിലാണോ ആ പ്ലെയിൻ. ഓക്കെ, ആ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ലൊക്കേഷൻ ആണ് പറയേണ്ടത്, അല്ലെ? ഇതിപ്പോ 3 ഡയമെൻഷണൽ ആയതുകൊണ്ട് തന്നെ ഈ σ1 ഏത് പ്ലെയിനിലാണ് ഇപ്പോൾ ഉള്ളത് എന്നാണ് ഞാൻ പറയേണ്ടത്. ഓക്കെ, ആ പ്ലെയിനിനെ ഡിഫൈൻ ചെയ്യണമെങ്കിൽ എനിക്ക് എന്ത് കണ്ടുപിടിക്കണം? അവിടുത്തെ ഡയറക്ഷൻ കൊസൈൻസ് കണ്ടുപിടിക്കണം. L1, M1, N1 ആണ് അവിടുത്തെ ഡയറക്ഷൻ കൊസൈൻസ്. റൈറ്റ്. സിമിലർലി രണ്ടാമത്തെ പ്രിൻസിപ്പൽ സ്ട്രെസ് σ2 എവിടെയാണ് ഉള്ളത്, അല്ലെ? അതാണ് ചോദിക്കുന്നത്. σ2 ആണെന്ന് മനസ്സിലായി, പക്ഷെ അതിന്റെ പൊസിഷൻ എന്താണ് അത് കാണിക്കണമെങ്കിൽ എന്ത് വേണം? എനിക്ക് L2, M2 ആൻഡ് N2 അറിയണം. റൈറ്റ്. അപ്പൊ ഇത് ഓരോ കേസ് സിമിലർലി σ3 ആണെങ്കിൽ L3, M3 ആൻഡ് N3 അറിയണം. അപ്പൊ ഇത് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അതിനെന്ത് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ ആക്ച്വലി നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇന്നെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ഐഗൺ വാല്യൂസ്, ഐഗൺ വെക്ടർ എങ്ങനെയാണ് മാക്സ് ചെയ്തെന്നുള്ള ആ ഒരു സാധനം നോക്കുക, ജസ്റ്റ് സിമ്പിൾ ആയിട്ട്. ഓക്കെ, ഇപ്പൊ ഇതില് ആ സെയിം പ്രൊസീജിയർ നമ്മളിവിടെ ചെയ്യുന്നത്. ആ കൂടെ മാറ്റം എന്ന് വെച്ചാൽ ഇവിടുത്തെ നൊട്ടേഷൻ മാത്രം മാറി. അവിടെ XYZ പകരം ഇവിടെ LMN ആണുള്ളത്, അത് മാത്രമേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഉള്ളിലെ വാല്യൂ എന്തായിരിക്കും മാക്സിമം എന്നുള്ള കാര്യം എനിക്ക് ഓർമ്മയില്ല, അത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ, ഇപ്പൊ എനിക്ക് തോന്നുന്നു സിഗ്മ ഒക്കെ തന്നെയാണ്, പക്ഷെ ഈ സിഗ്മക്ക് വരെ ലാംഡ ആയിരിക്കും എടുത്തിട്ടുണ്ടാവുക. λ1, λ2, λ3 എടുക്കും. എന്നിട്ട് ഈ രീതിയിൽ അങ്ങ് പ്രൊസീഡ് ചെയ്യാണ് ചെയ്യാറ്. ഓക്കെ, അപ്പൊ ഇവിടെ ഇവിടുത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാല് നമ്മൾ ഇവിടുന്ന് ഈ ഒരു പ്രോബ്ലം ഇവിടെ നമ്മൾ തുടങ്ങുന്ന കേസ് ഈ ഒരു ബേസിക് ഇക്വേഷൻ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ തുടങ്ങാറ്. ഓക്കെ, ഫ്രം ദിസ് ഇക്വേഷൻ. റൈറ്റ്. ഇവിടെ ഈ ഇക്വേഷൻ എങ്ങനെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ നമ്മൾ പ്രിൻസിപ്പൽ സ്ട്രെസിന്റെ ഡെറിവേഷനിൽ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ എൽ സിഗ്മക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഫോം കിട്ടും. ഈ ഫോമിനാണ് നമ്മൾ ഡിറ്റർമിനന്റ് എടുത്തത്, അല്ലെ? അതിന്റെ ഡിറ്റർമിനന്റ് ഈക്വേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? പ്രിൻസിപ്പൽ സ്ട്രെസസിന്റെ ഇക്വേഷൻ വരുന്നത്. ഇതാണ് സാധനം. ഓക്കെ, σx മൈനസ് സിഗ്മ y മൈനസ് സിഗ്മ z മൈനസ് സിഗ്മ. റൈറ്റ്. സി, അപ്പോൾ ആ ഇക്വേഷൻ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടുത്തെ കാൽക്കുലേഷൻ തുടങ്ങുന്നത്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവിടെ നിന്നാണ് തുടങ്ങുക. റൈറ്റ്. എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഫസ്റ്റ് കേസിൽ യുവർ σ1 സബ്സ്റ്റിറ്റ്യൂട്ട് സിഗ്മ ഇസ് ഈക്വൽ ടു σ1. ഓക്കെ, എന്ത് ചെയ്യാന്ന് വെച്ചാൽ സബ്സ്റ്റിറ്റ്യൂട്ട് സിഗ്മ ഇസ് ഈക്വൽ ടു σ1. അപ്പൊ ഇവിടെ എല്ലാ കേസിലും σ1 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. σ1 വാല്യൂ എന്റെ 6 ആണ്. ഡയറക്റ്റ് ഞാൻ എല്ലാ ഇതിലും ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഈ ഒരു ഫോമിലേക്ക് കിട്ടും. -3L1 -M1 പ്ലസ് N1 ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഈ ഒരു കംപ്ലീറ്റ് ഫോമിലേക്ക് എന്റെ ഫൈനൽ റെഡ്യൂസ് ചെയ്ത് കിട്ടും. റൈറ്റ്. നൗ ഇനി ഇത് ബേസ് ചെയ്തിട്ട് എന്ത് കാണാം? ഡിറ്റർമിൻ L1, M1 ആൻഡ് N1. ഓക്കെ, ഞാൻ L2, M2, N2ന്റെ കേസിൽ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പൊ അതിന് മുമ്പ് ഞാൻ ഇത് എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് പറയാം, കാരണം നമുക്ക് അത്ര ടൈം ഉള്ളൂ. റൈറ്റ്. ഓക്കെ, ഞാൻ ഇക്വേഷൻ ഒന്നുകൂടെ മാറ്റി എഴുതാണ്. -3L1 -M1 പ്ലസ് N1, അല്ലെ? -3L1 പ്ലസ് M1 മൈനസ് N1 is equal to 0. രണ്ടാമത് -L1 -M1 -N1 is equal to 0, അല്ലെ? -L1 -M1 -N1 is equal to 0. കറക്റ്റ് തന്നെയല്ലേ? അതിൽ മിസ്റ്റേക്ക് ഒന്നും വരുന്നില്ലല്ലോ. ഓക്കെ, the third
തേർഡ് വൺ എന്തായിരുന്നു? L1 minus M1 minus 3N1 അല്ലേ? L1 minus M1 minus 3N1 is equal to 0. ഇതാണ് നമ്മളെ തേർഡ് ഇക്വേഷൻ. റൈറ്റ്. ഇനി നമ്മൾ ഇനി ചെയ്യേണ്ടത് യു ഹാവ് ടു ഡിറ്റർമിൻ L1, M1 and N1. ഓക്കെ, L1, M1 and N1. ഞാനിനി ഇത് ഡയറക്റ്റ് ഞാൻ ഈ ഒരു 3 ഇക്വേഷൻ വെച്ച് പ്രൊസീഡ് ചെയ്തെന്ന് വിചാരിക്കാം. ഓക്കെ, ഈ 3 ഇക്വേഷൻ വെച്ച് ഞാൻ പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ വെറുതെ നോക്കിയാൽ മതി. പിന്നീട് എങ്ങനെ ചെയ്താലും L1 equal to M1 is equal to N1 equal to 0 എന്ന് കിട്ടും. ഓക്കെ, റൈറ്റ്. ഇത് മൂന്നും ഈക്വൽ ടു 0 എന്ന് കിട്ടും. റൈറ്റ്. പക്ഷെ അത് ഓക്കെ ആവില്ല. കാരണം എന്താ? ഡയറക്ഷൻ കൊസൈന്റെ കേസിൽ ഒരു പ്രോപ്പർട്ടി ഇത് സാറ്റിസ്ഫൈ ആണായിരുന്നു. ദാറ്റ് ഇസ് L1 സ്ക്വയർ പ്ലസ് M1 സ്ക്വയർ പ്ലസ് N1 സ്ക്വയർ മസ്റ്റ് ബി ഈക്വൽ ടു 1. ഓക്കെ, അപ്പൊ L1, M1, N1 0 ആണെങ്കിൽ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല. റൈറ്റ്. അപ്പൊ ഈ 4 ഇക്വേഷൻ ബേസ് ചെയ്തിട്ട് വേണം നമുക്ക് ഇവിടുത്തെ L1, M1 ആൻഡ് N1 വാല്യൂ കണ്ടെത്താൻ. ഓക്കെ, ഈ ഫസ്റ്റ് കേസ് ഞാൻ ചെയ്യാം, സെക്കൻഡും തേർഡും നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, റൈറ്റ്. അപ്പൊ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഈ അവസാനത്തെ 2 ഇക്വേഷനെ ഞാൻ സെലക്ട് ചെയ്യണം. ഓക്കെ, ഓക്കെ, ഞാൻ ഇവിടെ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതിലെ M1നെയും N1നെയും ഇൻ ടേംസ് ഓഫ് L1 ലേക്ക് ഞാൻ കൊണ്ടുവരാൻ പോകണം. ഇൻ ടേംസ് ഓഫ് L1ലേക്ക് കൊണ്ടുവരാൻ പോകണം. അങ്ങനെയാണെങ്കിൽ എനിക്ക് സുഖമായിട്ട് ഈ ഫൈനൽ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എനിക്ക് അതിനെ സോൾവ് ചെയ്യാം. റൈറ്റ്. അൾട്ടിമേറ്റ്ലി എനിക്ക് L1, M1 ആൻഡ് N1ന്റെ വാല്യൂ കണ്ടെത്താറുണ്ട്. അതിന് വേണ്ട റെഡ്യൂസിങ് സ്റ്റെപ്സ് ആണ്. ഓക്കെ, ഇത് ഈ 3 ഇക്വേഷൻ ബേസ് ചെയ്ത് ഇതിന് എല്ലാത്തിനും എനിക്ക് ഒരു സിംഗിൾ ടേമിന്റെ ഫോമിലേക്ക് കൊണ്ടുവന്നാൽ മതി. റൈറ്റ്. സോ ഫോർ ദാറ്റ് ഐ എം ആക്ച്വലി എലിമിനേറ്റിംഗ് 1 by 1. ഓക്കെ, ഇവിടെ -N1 ഉണ്ട്, -N1 ഉണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടുത്തെ N1 ആദ്യം എലിമിനേറ്റ് ചെയ്ത് കളയാൻ പോണ്. സോ ലെറ്റ് ദിസ് ബി മൈ ഫസ്റ്റ് ഇക്വേഷൻ, സെക്കൻഡ് ആൻഡ് തേർഡ് ഇക്വേഷൻ. ഓക്കെ, സോ ഫ്രം 1 and 2 ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാല് 1 - 2 എടുക്കുകയാണ്. 1 - 2 എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ വരും. -3L1 plus L1 വരും, -2L1 plus M1 plus M1 plus 2M1 -N1 plus N1. സാർ എനിക്കൊന്ന് ഫസ്റ്റ് ഇക്വേഷനില് +N1 ആണെന്ന് തോന്നുന്നു. +N1. സോറി +N1 ആണ്. റൈറ്റ്. യെസ് ഗുഡ്. ഓക്കെ, എക്സാക്ട്ലി എന്റെ മിസ്റ്റേക്ക് ആണ്. +N1. ഓക്കെ, സോ ഫ്രം 1 and 2 അപ്പൊ എന്ത് വേണം? ഇവിടെ ആഡ് ചെയ്യണം അല്ലെ? ഇത് സോൾവ് ചെയ്യണമെങ്കിൽ 1 + 2 ചെയ്താൽ മതി അല്ലെ? അപ്പൊ എന്ത് കിട്ടും? -4L1 രണ്ടാമത്തെ കേസിൽ -M1 -2M1 is equal to 0 തന്നെ കിട്ടും അല്ലെ? എന്താ വെച്ചാൽ ഇതിനെ എനിക്കൊന്ന് റീഅറേഞ്ച് ചെയ്താല് -4L1 is equal to 2M1 എന്ന് കിട്ടും, ഓർ M1 is equal to -2L1 എന്ന് കിട്ടും. ശരിയല്ലേ? M1 is equal to -2L1. റൈറ്റ്. അപ്പൊ ഞാൻ M1 ഇൻ ടേംസ് ഓഫ് L1 ലേക്ക് മാറ്റി. റൈറ്റ്. നൗ സിമിലർലി N1 നമുക്ക് അങ്ങനെ മാറ്റാൻ പറ്റുമോ നോക്കാം. ഓക്കെ, നൗ ഫോർ ദാറ്റ് നമുക്ക് ഇവിടുന്ന് M1 റിമൂവ് ചെയ്യാൻ നോക്കാം. റൈറ്റ്. സോ ഫ്രം ഇക്വേഷൻ 2 and 3, ഇത് നിങ്ങൾ പഴയ സിമ്പിൾ മാത്തമാറ്റിക്സ് ആണ്, ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രം. ഓക്കെ, ഫ്രം 2 and 3 if I subtract 3 from 2 എന്ത് കിട്ടും? -2L1 -M1 +M1 ആവും, -N1 +3N1 അല്ലെ? +2N1. എന്റെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയണേ, ഞാനിപ്പോ ഇങ്ങനെ ചെയ്ത് പോവാണ്. = 0. ഓക്കെ, ഓർ L1 is equal to N1 എന്ന് കിട്ടും. ശരിയല്ലേ? ഇത് റൈറ്റ് സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ your L1 is equal to N1 എന്ന് കിട്ടും. റൈറ്റ്. നൗ so let us substitute this result. Okay, let this be my fourth equation, let this be my fifth and sixth equation. Okay, now substituting 5 and 6 in 4 എന്ത് കിട്ടും നോക്കാം. L1 സ്ക്വയർ പ്ലസ് M1 is equal to -2L1 ആണ്, -2L1 സ്ക്വയർ പ്ലസ് N1 എന്ന് പറയുന്നത് L1 തന്നെയാണ്, L1 സ്ക്വയർ is equal to 1 അല്ലെ? അപ്പൊ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ L1 സ്ക്വയർ പ്ലസ് 4L1 സ്ക്വയർ പ്ലസ് L1 സ്ക്വയർ 6L1 സ്ക്വയർ is equal to 1, or L1 is equal to 1/√6 എന്ന് കിട്ടും. പ്ലസ് ഓർ മൈനസ് 1/√6 എന്ന് കിട്ടും അല്ലെ? അപ്പൊ L1 പ്ലസ് ഓർ മൈനസ് 1/√6 ആണെങ്കിൽ നമുക്ക് ഇതാ ഇവിടുന്ന് തന്നെ ഈ റിലേഷൻഷിപ്പ് കിട്ടും. N1 എന്ന് പറയുന്നതും പ്ലസ് ഓർ മൈനസ്
1/√6 ആണ്, അല്ലെങ്കിൽ √1/6 എന്ന് പറയും അല്ലെ. സിമിലർലി m1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇവിടെ റിലേഷൻ കിട്ടിയിട്ടുണ്ട് -2l1 ആണ് അല്ലെ, അല്ലെങ്കിൽ 2/√6 പ്ലസ് ഓ മൈനസ് 2/√6 എന്ന് കിട്ടും. ഓക്കെ, നമ്മളെ കണ്ടീഷൻ എന്താണ്? L1² പ്ലസ് m1² പ്ലസ് n1² മസ്റ്റ് ബി ഈക്വൽ ടു 1 ആയിരിക്കണം അല്ലെ. മൂന്നും കൂടെ നമുക്ക് സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ 1 + 2 + 1 കിട്ടില്ലേ? മിസ്റ്റേക്ക് ഉണ്ടോ? 1/√6 സ്ക്വയർ 1/6 വരും പ്ലസ് അല്ലെ, മൂന്നും കൂടെ സ്ക്വയർ ചെയ്തിട്ട് ആഡ് ചെയ്താൽ 1/√6 സ്ക്വയർ 1 വരും, ഇത് 4 വരും, 4/6 വരും പ്ലസ് 1/6, 6/6 ഈക്വൽ ടു 1 തന്നെ കിട്ടും. റൈറ്റ്, സോ ദ ആൻസർ ഈസ് കറക്റ്റ്. സോ യു വിൽ ഗെറ്റ് L1, M1 ആൻഡ് N1. സോ ഇവിടെ നമുക്കിപ്പം കിട്ടിയ കാര്യം എന്ന് വെച്ചാൽ യുവർ ഐഗൺ വെക്ടേഴ്സ് corresponding to sigma is equal to 6 kilopascal എന്താണ്? L1 is equal to 1/√6 plus or minus, M1 is equal to plus or minus 2/√6, and N1 is equal to plus or minus 1/√6. Okay, എന്ന് വെച്ചാ എന്റെ പ്രിൻസിപ്പൽ പ്ലെയിൻ, ഓക്കെ, പ്രിൻസിപ്പൽ പ്ലെയിൻ is equal to എന്താണ്? അതിന്റെ അഡ്രസ് എന്താണ്, അല്ലെങ്കിൽ അതിന്റെ പൊസിഷൻ എന്ന് പറഞ്ഞാല് പ്ലസ് ഓർ മൈനസ് 1/√6 i cap. സോറി, ഇവിടെ സ്ഥലമില്ല, ഞാൻ ഇവിടത്തേക്ക് മാറ്റിയതാണ്. എന്റെ പ്രിൻസിപ്പൽ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് n cap ആണ്, പ്ലസ് ഓർ മൈനസ് 1/√3 i cap പ്ലസ് 2/√3 പ്ലസ് ഓർ മൈനസ് 2/√3 j cap പ്ലസ് ഓർ മൈനസ് 1/√3 k cap. Now this is the position of principal plane. റൈറ്റ്, ക്ലിയർ ആണോ? സൊല്യൂഷൻ സോൾവ് ചെയ്യാന്നുള്ളത് ഡയറക്റ്റ് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മൾ പഴയ മാത്തമാറ്റിക്സ് ആണ്, എല്ലാത്തിനും കൂടെ ഒരു ടേമിലേക്ക് മാറ്റുക, എന്നിട്ട് ആ കണ്ടീഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. യു വിൽ ഗെറ്റ് ദ വാല്യൂ ഫോർ L1, M1 ആൻഡ് N1. ഓക്കെ, L1, M1, N1 വാല്യൂ കണ്ടെത്തുക എന്നുള്ളതാണ് നിങ്ങൾ ഇവിടുത്തെ ടാസ്ക്. ഫൈൻ, റൈറ്റ്, ക്ലിയർ ആണോ? സെക്കൻഡ് കേസും കൂടെ നമുക്ക് ഞാൻ തുടങ്ങി വെച്ച് തരാം. ഓക്കെ, നൗ സെക്കൻഡ് കേസ് ചെയ്യാം. Now, principal plane for sigma is equal to second 3 kilopascal ആയിരുന്നു അല്ലേ. For sigma is equal to 3 kilopascal. Right. See, നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഇതായിരുന്നു, സിഗ്മ xx മൈനസ് സിഗ്മ ഇൻറ്റു, ഇതായിരുന്നു നമ്മുടെ ഇക്വേഷൻ അല്ലേ, ഇവിടെ കിട്ടിയ സാധനം സിഗ്മ xx മൈനസ് സിഗ്മ ഇൻറ്റു L1 പ്ലസ്. അപ്പോൾ ഈ ഒരു കേസിൽ സെക്കൻഡ് കേസ് ആകുമ്പോൾ യുവർ ഡയറക്ഷൻ കൊസൈൻസ് വിൽ ബി, സെക്കൻഡ് കേസിൽ യുവർ ഡയറക്ഷൻ കൊസൈൻസ് ആർ, ലെറ്റ് ഡയറക്ഷൻ കൊസൈൻസ് ബി L2, M2 and N2. Okay, L2, M2 and N2. അങ്ങനെയാണെങ്കിൽ സിഗ്മ xx മൈനസ് സിഗ്മ ഇൻറ്റു L2 പ്ലസ് ടോ xy M2 പ്ലസ് ടോ xz N2 is equal to 0. Similarly, tau yx L2 plus sigma yy minus sigma M2 plus tau yz N2 is equal to 0. Similarly, tau zx L2 plus tau zy M2 plus sigma zz minus sigma into N2 is equal to 0. Okay, substitute the values. So on substituting values, and the sigma xx value നമുക്കറിയാം. So as per the question, sigma xx is 3, right? So 3 minus 3 L2 plus tau xy value, tau xy is -1, right? -1 M2 plus 1 N2 is equal to 0. Similarly, -1 L2 plus sigma yy value is 5, right? So 5 minus 3 M2 plus -1 N2 is equal to 0. Now similarly, third case, L2 plus -1 M2 plus sigma zz value 3 ആയിരുന്നു, 3 minus 3 N2 is equal to 0. നമുക്ക് reduce ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും, 3 minus 3 0, minus M2 plus N2 is equal to 0, minus L2 plus 2 M2 minus N2 is equal to 0, L2 minus M2 is equal to 0. Okay,
and L2 square plus M2 square plus N2 square is equal to 1. Okay. Now using these 4 equation, find the value for L2, M2 and N2. Okay. The moon use here, find the value for L2, M2 and N2. Now similarly, so you can take a screenshot of this one. Okay. Second part the screenshot എടുക്കാം. Similarly, L3, M3 and N3 ഇവിടെ കണ്ടുപിടിക്കാം. Okay. So fundamental equation ഇതാണ് നിങ്ങളുടെ basic equation. ഈ basic equation എടുക്കുക. അതില് 3 സിഗ്മ വാല്യൂസ് ഉണ്ട്. 3 സിഗ്മ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ ഫോമിലേക്ക് വരുത്തുക. ഈ ഫോമിൽ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി M2 ആൻഡ് N2 വാല്യൂനെല്ലാം L2ന്റെ വാല്യൂലേക്ക് മാറ്റുക. എന്നിട്ട് ഡയറക്റ്റ് ഈ ഒരു കണ്ടീഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഫൈൻഡ് ദ വാല്യൂ. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ. സിമ്പിൾ ആണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾ ആണ്. വളരെ വളരെ സിമ്പിൾ ആണ്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ആണോ? കൺസെപ്റ്റ് ക്ലിയർ ആണോ? സമഹ് മനസ്സിലായോ? മുഹമ്മദ് സമഹ് സമഹില്ലേ? സമഹ് ഇവിടെ ഉണ്ടോ? ഇല്ല. പറഞ്ഞത് മനസ്സിലായോ? സമയ സമഹിന് കാര്യം മനസ്സിലായോ? റിപ്ലൈ താ. എന്ന് ഞാൻ പറയുന്നതാ ഉണ്ടോ? ബാക്കിയുള്ളവർക്ക് കട്ടാവുന്നുണ്ടോ? അല്ല സാർ, റേഞ്ച് ഇല്ല, ഇടക്കിടക്ക് കട്ടാവുന്നതാണ്. സാറും സാർ ആ മറ്റേ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്ത് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കട്ടെ ഒന്ന്. ഓക്കെ. എനിക്ക് ഇന്ന് അപ്ലോഡ് ആക്കി തീർക്കാൻ പറ്റുമെന്ന് അറിയില്ലേ. അതുകൊണ്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തോ, ഞാൻ തരാം. പ്രോബ്ലത്തിന്റെ കാരണം ഒന്നാമത് ഇന്ന് 4 hour ആയി. അപ്പോ ഒരു സെക്കൻഡേ.